കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ഇന്ന് അറേബ്യൻ രുചികളുടെ ഗന്ധമാണ്. പക്ഷെ ഇതിന് പിന്നിൽ കോടികളുടെ ഹവാല ഇടപാടുകളും രാജ്യവിരുദ്ധ ഗൂഢാലോചനകളും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ഇതൊരു വെറും ആരോപണമല്ല. ഇന്ത്യയിലെ ഏറ്റവും കരുത്തരായ അന്വേഷണ ഏജൻസി NIA മുന്നിൽ എത്തിയിരിക്കുന്ന അതിശയിപ്പിക്കുന്ന ഒരു പരാതിയാണ്. BJP തൃശൂർ ജില്ലാ ഇലക്ട്രൽ സെൽ കൺവീനറായ പ്രസിദ്ധ് ദാസ് നൽകിയ ആ കത്തിൽ പറയുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കേരളത്തിലെ അറബിക് റെസ്റ്റോറന്റുകൾ വെറും ഭക്ഷണശാലകളല്ല, മറിച്ച് അവ നിരോധിത സംഘടനകളുടെ സാമ്പത്തിക സ്രോതസ്സുകളാണെന്നും നോട്ട് നിരോധനത്തിന് ശേഷം കള്ളപ്പണം വെളുപ്പിക്കാൻ ഉപയോഗിച്ച കുറുക്കുവഴികളാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. എങ്ങനെയാണ് പെട്ടെന്നൊരു ദിവസം കേരളം മുഴുവൻ അറേബ്യൻ റെസ്റ്റോറന്റുകൾ കൊണ്ട് നിറഞ്ഞത്? ആരാണ് ഈ സ്ഥാപനങ്ങൾക്കെല്ലാം പിന്നിൽ പണം ഒടുക്കുന്നത്? സാധാരണക്കാരനായ ഒരു പ്രവാസിക്ക് സ്വപ്നം കാണാൻ കഴിയാത്തത്രയും വലിയ നിക്ഷേപങ്ങൾ ഈ മേഖലയിലേക്ക് എത്തുന്നത് എവിടെ നിന്നുമാണ്? ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഞാൻ ഇനി നൽകാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിലെ ഈ അറേബ്യൻ ബിസിനസ് വിപ്ലവത്തിന് പിന്നിലെ ഇരുണ്ട വശങ്ങളെ കുറിച്ചാണ്. സംഭവം ലളിതമായി കാണാൻ സാധിക്കില്ല. പ്രസിദ്ധ് ദാസ് NIAക്ക് അയച്ച പരാതിയിൽ 5 പ്രധാന കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒന്നാമത്, പെട്ടെന്നുള്ള വളർച്ച. കേരളത്തിലെ ഓരോ ചെറിയ ടൗണിലും ചുരുങ്ങിയത് 5ഉം 10ഉം അറബിക് റെസ്റ്റോറന്റുകളുണ്ട്. രണ്ടാമത്, സാമ്പത്തിക ഉറവിടം. ഒരു ഹോട്ടൽ തുടങ്ങാൻ ചുരുങ്ങിയത് 50 ലക്ഷം രൂപയെങ്കിലും വേണം. ഇത്രയും വലിയ തുകകൾ എവിടെ നിന്നാണ് വരുന്നത്? മൂന്നാമത്, നോട്ട് നിരോധനവും ടൈമിങ്ങും. 2016 ശേഷം ഈ മേഖലയിൽ ഉണ്ടായ സ്ഫോടനാത്മകമായ വളർച്ച. നാലാമത്, നിരോധിത സംഘടനകൾ. PFI പോലെയുള്ള സംഘടനകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന്. അഞ്ചാമത്, രാജ്യവിരുദ്ധ കേന്ദ്രങ്ങൾ. ഹോട്ടലുകൾ, മീറ്റിംഗ് പോയിന്റുകൾ അത് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ? നമ്മൾ മലയാളികൾ പണ്ട് സദ്യയും തട്ടുകടയിലെ പൊറോട്ടയും കഴിച്ചിരുന്നവരാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ ഭക്ഷണശീലങ്ങൾ അപ്പാടെ മാറി. അറേബ്യൻ വിഭവങ്ങളോടുള്ള ഈ ഒരു പ്രിയം സ്വാഭാവികമാണോ അതോ ബോധപൂർവം സൃഷ്ടിച്ചെടുത്തതാണോ? ഗൾഫിൽ നിന്നും തിരിച്ചെത്തിയ പ്രവാസികൾ തുടങ്ങിയതാണ് ഈ ബിസിനസ് എന്ന് പൊതുവെ കരുതപ്പെടുന്നുണ്ടെങ്കിലും പല ഹോട്ടലുകളുടെയും ഉടമസ്ഥാവകാശം പരിശോധിച്ചാൽ അത് പലപ്പോഴും വലിയ വലിയ ഗ്രൂപ്പുകളുടെ കയ്യിലാണെന്ന് കാണാം. പലയിടത്തും ഈ ബിസിനസ്സുകൾ ലാഭകരമല്ലെങ്കിലും അവ വർഷങ്ങളോളം പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയാണ് ദുരൂഹത ആരംഭിക്കുന്നത്. ലാഭമില്ലാതെ ഒരു ബിസിനസ് എങ്ങനെയാണ് മുന്നോട്ട് പോവുക? അതിന്റെ അർത്ഥം പുറത്തുനിന്നുള്ള ഫണ്ടിങ് കൃത്യമായി എത്തുന്നുണ്ട് എന്നല്ലേ? പ്രസിദ്ധ് ദാസിന്റെ പരാതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്നാണ് നോട്ട് നിരോധനം. 2016 നവംബർ 8 ഇന്ത്യയിൽ 500ഉം 1000ഉം നോട്ടുകൾ നിരോധിച്ചപ്പോൾ കയ്യിലുള്ള കോടാനുകോടി രൂപയുടെ കള്ളപ്പണം എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയ പലരും കണ്ടെത്തിയ വഴിയാണോ ഈ ഹോട്ടൽ ബിസിനസ്? ഒരു ഹോട്ടൽ ബിസിനസ്സിൽ ഭൂരിഭാഗവും നടക്കുന്നത് ലിക്വിഡ് ക്യാഷ് ഇടപാടുകളാണ്. ഇതിലൂടെ കള്ളപ്പണം വെളുപ്പിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. ദിവസവും ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടം നടക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഈ കള്ളപ്പണം ബാങ്കുകളിൽ എത്തിക്കാൻ സാധിക്കുകയും ചെയ്യും. കേരളത്തിൽ പെട്ടെന്നുണ്ടായ ഒരു ഹോട്ടൽ തരംഗത്തിന് പിന്നിൽ ഇത്തരം ഒരു സാമ്പത്തിക അജണ്ടയുണ്ടോ എന്ന് NIA ഗൗരവമായി കാണുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന നിരോധിക്കപ്പെട്ടതിന് ശേഷം അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം തന്നെ മരവിപ്പിക്കപ്പെട്ടു എന്നാണ് സർക്കാർ കണക്കാക്കുന്നത്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾക്കായി പണം കണ്ടെത്താൻ പുതിയ മാർഗങ്ങൾ അവർ തേടിയിരിക്കാം. ഹോട്ടലുകൾ, ടാക്സി സർവീസുകൾ, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകളിലേക്ക് ഇത്തരക്കാരുടെ നിക്ഷേപങ്ങളൊക്കെ മാറിയോ എന്ന സംശയം കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾക്ക് നേരത്തെ തന്നെയുണ്ട്. പ്രസിദ്ധ് ദാസിന്റെ പരാതി ഈ സംശയത്തിന് ആക്കം കൂട്ടുന്നു. ഈ റെസ്റ്റോറന്റുകൾ കേന്ദ്രീകരിച്ച് ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടോ? തീവ്ര ആശയങ്ങൾ ഉള്ളവർക്ക് സംഗമിക്കാനുള്ള ഇടങ്ങളായി ഇവ മാറുന്നുണ്ടോ? ഇതൊക്കെയാണ് NIA പരിശോധിക്കേണ്ടി വരിക. കേരളത്തിലെ പല വലിയ ഹോട്ടൽ ശൃംഖലകളുടെയും ഫണ്ടിങ് വരുന്നത് ഗൾഫ് നാടുകളിൽ നിന്നാണെന്ന് നമുക്കറിയാം. എന്നാൽ ഇതിൽ എത്രത്തോളം തുക നിയമപരമായ മാർഗങ്ങളിലൂടെയാണ് വരുന്നത്? ഹവാലയുടെ ഇടപാടുകളിലൂടെ എത്തുന്ന പണം ഇത്തരത്തിൽ ഹോട്ടൽ ശൃംഖലകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. വിദേശത്ത് നിന്നും പണം ഒഴുക്കി കേരളത്തിലെ ഭക്ഷണ വിപണി പിടിച്ചടക്കുക എന്നതിലുപരി കൃത്യമായ ഒരു രാഷ്ട്രീയ സാമൂഹിക ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടോ എന്നും തള്ളിക്കളയാനാകില്ല. നമ്മുടെ നാട്ടിലെ മിക്ക അറബിക് റെസ്റ്റോറന്റുകളിലും ജോലി ചെയ്യുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ഇതിൽ പലരും ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണോ എന്ന് പോലും പലപ്പോഴും സംശയിക്കപ്പെടുന്നുണ്ട്. ഇവരുടെ കൃത്യമായ തിരിച്ചറിയൽ രേഖകൾ പല ഹോട്ടലുകളുടെയും പക്കലുമില്ല. ഇത്തരം ഹോട്ടലുകളുടെ മറവിൽ ISI പോലെയുള്ള സംഘടനകളുമായി ബന്ധമുള്ളവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതും അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. കനകമല കേസും വാഗമൺ സിംപീസിയവും ഒക്കെ നടന്ന നമ്മുടെ കേരളത്തിൽ ഒരു ഹോട്ടലിന്റെ മറവിൽ എന്തൊക്കെ നടക്കാം എന്നത് നമുക്ക് ഊഹിക്കാനാവുന്നതേ ഉള്ളൂ. സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറയുന്നത് ഒരു ബിസിനസ് ഇത്ര
വേഗത്തിൽ വളരണമെങ്കിൽ ഒന്നുകിൽ അത് വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ വമ്പിച്ച പരസ്യ പിന്തുണ ഉണ്ടായിരിക്കണം. കേരളത്തിലെ അറബിക് ഫുഡ് ഒരു വിപ്ലവകരമായ കണ്ടുപിടുത്തമൊന്നുമല്ല. എന്നിട്ടും ഇതിന് ലഭിക്കുന്ന നിക്ഷേപം അത്ഭുതപ്പെടുത്തുന്നതാണ്. പല ഹോട്ടലുകളും മാസങ്ങൾക്കുള്ളിൽ പൂട്ടിപ്പോകുന്നുണ്ടെങ്കിലും അതിന് തൊട്ടടുത്തായി പുതിയൊരെണ്ണം ഉടൻ തന്നെ വരുന്നുണ്ട്. ഈ പണം എവിടെ നിന്ന് വരുന്നു? നഷ്ടം സംഭവിക്കുമെന്ന് ഉറപ്പുള്ള മേഖലയിലേക്ക് വീണ്ടും വീണ്ടും പണം ഒഴുക്കുന്നതിന് പിന്നിൽ ബിസിനസ് താല്പര്യം മാത്രമല്ല ഉള്ളതെന്ന് വ്യക്തമാണ്. സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ഈ വിഷയം വലിയ ചർച്ചയായിട്ടുണ്ട്. ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഇത് വെറും ഒരു രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം മാത്രമാണെന്നാണ്. എന്നാൽ മറ്റൊരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് സുരക്ഷാ ഏജൻസികൾ നൽകുന്ന സൂചനകൾ വെച്ച് നോക്കുമ്പോൾ ഇതിൽ വലിയ കാര്യമുണ്ടെന്നുമാണ്. സാധാരണ ഒരു ബിസിനസ്സുകാരന് ലൈസൻസ് കിട്ടാനും കെട്ടിടം പണിയാനും വർഷങ്ങൾ എടുക്കുമ്പോൾ ഇത്തരം വമ്പൻ ഹോട്ടലുകൾ എങ്ങനെയാണ് പെട്ടെന്ന് ഉയർന്നു വരുന്നത്? രാഷ്ട്രീയ സ്വാധീനമുണ്ടോ? ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതിയുണ്ടോ? അറബിക് ഭക്ഷണത്തോടോ ആ വിഭവങ്ങളോടോ നമ്മുടെ ആർക്കും എതിർപ്പില്ല. അത് നമ്മുടെ വൈവിധ്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ ആ രുചിയുടെ മറവിൽ രാജ്യദ്രോഹവും കള്ളപ്പണ ഇടപാടുകളും നടക്കുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം, നിയമ നടപടിയെ സ്വീകരിക്കുകയും വേണം. BJP നേതാവ് പ്രസീദ് ദാസ് നൽകിയ പരാതിയിൽ NIA അന്വേഷണം ആരംഭിക്കുന്നതോടെ പല വമ്പൻ സ്രാവുകളും കുടുങ്ങാനുള്ള സാധ്യത ഏറെയാണ്. കേരളത്തിലെ ഈ ഭക്ഷണ ശൃംഖലകൾക്ക് പിന്നിലെ നിഗൂഢമായ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തേണ്ടത് നമ്മുടെ നാടിന്റെ സുരക്ഷയ്ക്കും അനിവാര്യമാണ്. ഈ പരാതിയുടെ ഏറ്റവും നിർണായകമായ വശം നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ്. 2022 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ PFIയെയും അതിന്റെ അനുബന്ധ സംഘടനകളെയും 5 വർഷത്തേക്ക് നിരോധിച്ചത് കേവലം ഒരു നടപടി മാത്രമായിരുന്നില്ല, മറിച്ച് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് അവ ഭീഷണിയാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. എന്നാൽ ഒരു സംഘടനയെ കടലാസിൽ നിരോധിച്ചത് കൊണ്ട് മാത്രം ദശകങ്ങളായി അവർ കെട്ടിപ്പടുത്ത സാമ്പത്തിക സാമ്രാജ്യം ഇല്ലാതാകുമോ? അവിടെയാണ് പ്രസീദ് ദാസിന്റെ പരാതി പ്രസക്തമാകുന്നത്. PFIയുടെ പ്രവർത്തന ശൈലി എപ്പോഴും വളരെ സംഘടിതമായിരുന്നു. അവർക്ക് കൃത്യമായ ഫണ്ടിംഗ് സ്രോതസ്സുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ നിന്നും ചാരിറ്റി എന്ന പേരിൽ എത്തുന്ന കോടിക്കണക്കിന് രൂപ. ഈ പണം എങ്ങോട്ടാണ് പോയത്? NIAയുടെ മുൻകാല റിപ്പോർട്ടുകൾ പ്രകാരം ഈ തുകകൾ പലപ്പോഴും റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്കും ചെറുകിട ബിസിനസ് സംരംഭങ്ങളിലേക്കുമാണ് മാറ്റപ്പെട്ടിട്ടുള്ളത്. സംഘടന നിരോധിക്കപ്പെട്ടതോടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കപ്പെടുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ഫണ്ടുകൾ ബിനാമി പേരുകളിൽ കേരളത്തിലെ ഭക്ഷ്യമേഖലയിലേക്ക്, പ്രത്യേകിച്ചും വലിയ ലാഭം കൊയ്യാവുന്ന അറബിക് റെസ്റ്റോറന്റുകളിലേക്ക് തിരിച്ചു വിട്ടു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. എന്തുകൊണ്ടാണ് റെസ്റ്റോറന്റുകൾ? ഇതിന് പിന്നിൽ വ്യക്തമായ തന്ത്രങ്ങളുമുണ്ട്. ഒന്നാമതായി, റെസ്റ്റോറന്റുകൾ വലിയ തോതിൽ പണം കൈകാര്യം ചെയ്യുന്ന ഇടങ്ങളാണ്. ഇവിടെ ഓരോ ദിവസവും എത്ര രൂപയുടെ കച്ചവടം നടക്കുന്നു എന്ന് കൃത്യമായി തിട്ടപ്പെടുത്തുക ടാക്സ് ഉദ്യോഗസ്ഥർക്ക് പ്രായോഗികമായും ബുദ്ധിമുട്ടാണ്. ഈ പഴുതുപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കാനും സംഘടനയുടെ കേഡർമാർക്ക് സുരക്ഷിതമായ ഒളിത്താവളങ്ങളും തൊഴിലും ഒരുക്കാനും ഇത്തരം ഹോട്ടലുകൾക്ക് സാധിക്കും എന്നത് തന്നെയാണ് പ്രധാന പോയിന്റ്. രണ്ടാമതായി, യുവാക്കളെ ആകർഷിക്കുന്ന കേന്ദ്രങ്ങളാണ് ഇതൊക്കെ. ഭക്ഷണത്തിനെത്തുന്ന സാധാരണക്കാരായ യുവാക്കൾക്കിടയിൽ തീവ്ര ആശയങ്ങൾ മെല്ലെ മെല്ലെ കുത്തിവെക്കാനും അവരെ തങ്ങളുടെ വലയിലാക്കാനും ഇത്തരം സോഷ്യൽ സ്പേസുകൾ സഹായിക്കാമെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ ഭയപ്പെടുന്നുണ്ട്. കൂടാതെ PFIയുടെ സർവീസ് വിംഗ് എന്നറിയപ്പെടുന്ന വിഭാഗം മുമ്പ് സജീവമായിരുന്ന പലയിടങ്ങളിലും ഇന്ന് ഇത്തരം അറബിക് റെസ്റ്റോറന്റുകളുടെ സാന്നിധ്യം കൂടുതലായും കാണപ്പെടുന്നു എന്നതും നിസ്സാരമായി കാണാനാകില്ല. നോട്ട് നിരോധനത്തിന് ശേഷം ഇന്ത്യയിലുടനീളം കള്ളപ്പണ വേട്ട നടന്നപ്പോൾ കേരളത്തിൽ മാത്രം ഈ മേഖലയിൽ ഇത്രയധികം നിക്ഷേപം എത്തിയത് എങ്ങനെയാണെന്ന് NIA ഗൗരവമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഈ ഹോട്ടലുകളിലെ ജീവനക്കാരുടെ മുൻകാല ചരിത്രവും ഉടമസ്ഥരുടെ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ടും വിശദമായി തന്നെ അന്വേഷിച്ചാൽ മാത്രമേ ഈ രുചിക്കൂട്ടുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന രാജ്യവിരുദ്ധ അജണ്ടകൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കൂ. പ്രസീദ് ദാസിന്റെ പരാതി വെറുമൊരു രാഷ്ട്രീയ നീക്കമല്ല, മറിച്ച് രാജ്യത്തിന്റെ സുരക്ഷാ ഭീഷണിയെ കുറിച്ചുള്ള വലിയൊരു മുന്നറിയിപ്പാണ്. വരും ദിവസങ്ങളിൽ NIA നടത്തുന്ന നീക്കങ്ങൾ നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.